100 പണിയോടടുക്കുമ്പോൾ എല്ലാ തൊഴിലാളികളും പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ മസ്റ്റർ റോളിൽ സ്റ്റാർ വന്നു എന്നുള്ളത്. മസ്റ്റർ റോളിൽ ഇന്ത്യ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സാമ്പത്തിക വർഷം ഒരു തൊഴിൽക്കാരന് അനുവദിച്ചിട്ടുള്ള ആകെ പണി എന്ന് പറയുന്നത് 100 പണിയാണ്. അതിപ്പോൾ ഒരു തൊഴിൽക്കാരിൽ ഒരാൾ പണിക്കിറങ്ങിയാലും 2 പേര് പണിക്കിറങ്ങിയാലും 3 പേര് പണിക്കിറങ്ങിയാലും ആ ഒരു തൊഴിൽക്കാരന് അനുവദിച്ചിട്ടുള്ളത് 100 പണി തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കുന്ന ഈ ഒരു തൊഴിൽക്കാരിൽ 2 പേരാണ് പണിക്കിറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇന്ത്യ വന്നിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം ഈ ഒരു തൊഴിൽക്കാരിൽ 2 പേരും കൂടി 85 പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊടുക്കാൻ പറ്റുന്ന പണി എന്ന് പറയുന്നത് വെറും 15 ദിവസത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 15 ദിവസത്തെ പണി 2 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് 8 ദിവസവും ഒരാൾക്ക് 7 ദിവസവും വെച്ചാണ്. ഈ മസ്റ്റർ റോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സരോജത്തിന് 7 ദിവസവും കൊടുത്തിട്ടുണ്ട്, അമ്മുക്കുട്ടിക്ക് 8 ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ 100 ദിവസം ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള അവധി ദിവസം ഉൾപ്പെടെയാണ് ഈ 15 ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു മസ്റ്റർ റോളിൽ അമ്മുക്കുട്ടി പണിക്കിറങ്ങിയിട്ടില്ല. സരോജ മാത്രമാണ് പണിക്കിറങ്ങിയിട്ടുള്ളത്. ഈ സരോജ മാത്രമാണ് 5 ദിവസം പണിക്കിറങ്ങിയിട്ടുള്ളത്. ഇനിയൊരു 10 ദിവസത്തെ പണി കൂടെ കിട്ടിയാലേ ഈ ഒരു തൊഴിൽക്കാരിൽ 100 പണിയാവുള്ളൂ. നിലവിൽ ഈ ഒരു മസ്റ്റർ റോളിൻ്റെ കാലാവധി അവസാനിച്ച് മസ്റ്റർ റോൾ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത 10 ദിവസത്തേക്ക് ഇവർക്ക് ഡിമാൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കിനി 2 പേര് ജോലിക്കിറങ്ങുന്ന വേറൊരു കേസും കൂടി നോക്കാം. റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ ഈ ഒരു തൊഴിൽക്കാരിൽ 82 പണിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി 18 ദിവസത്തെ പണിയും കൂടെ കിട്ടിയാലേ 100 ദിവസം പൂർത്തിയാവുകയുള്ളൂ. ഇവർക്ക് അവസാനം ഫില്ല് ചെയ്തിരിക്കുന്ന മസ്റ്റർ റോൾ 17/7 തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു തൊഴിൽക്കാരിൽ ബാക്കിയുള്ള 18 ദിവസം ഡിമാൻഡ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടിൽ നോക്കാം. ഈ ഒരു തൊഴിൽക്കാരിൽ 4/8 തൊട്ട് 7/8 വരെ 2 പേർക്കും 4 ദിവസത്തേക്കും, അത് കഴിഞ്ഞിട്ട് 14/8 തൊട്ട് 18/8 വരെ 2 പേർക്ക് 5 ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് അടുത്ത് 18 ദിവസത്തേക്കുള്ള ഡിമാൻഡ് പിന്നെയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഡിമാൻഡിൽ ഇവർ ഏതെങ്കിലും ഒരു ദിവസം പണിക്ക് ഇറങ്ങാതിരുന്നാൽ ആ ഒരു മസ്റ്റർ റോൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത മസ്റ്റർ റോളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പഞ്ചായത്ത് റിപ്പോർട്ടിൽ നിന്നും ഈ ഒരു വർക്കിൻ്റെ പ്രിൻറ്റഡ് മസ്റ്റർ റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആബ്സെൻ്റ് ആയിട്ടുള്ള ദിവസമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവർക്ക് 2 പേർക്കും 5 ദിവസം വീതം ആബ്സെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവർക്ക് ഈ 5 ദിവസത്തെ ഡിമാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 30/7 തീർന്ന മസ്റ്റർ റോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ മാർക്ക് ചെയ്ത ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 14/8 തൊട്ട് 18/8 വരെ 2 പേർക്ക് 5 ദിവസം വീതം അടുത്ത ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് കൊടുത്തിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇവർ കൃത്യമായിട്ട് പണിക്കിറങ്ങി കഴിഞ്ഞാൽ 100 പണി തികയും. ഒരു തൊഴിലാളിക്ക് ഡിമാൻഡ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള വീഡിയോ വേറെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. തൊഴിലുറപ്പ് റിപ്പോർട്ടുകൾ എങ്ങനെ എടുക്കാമെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.